ഒരു രൂപ പോലും ചിലവില്ലാതെ തീർത്തും കോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു എസ്തെറ്റിക് ആൻഡ് ക്യൂട്ട് DIY സ്റ്റിക്കർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനെ ട്യൂട്ടോറിയൽ ഇടാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാൻ യൂസ് ചെയ്ത മെത്തേഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്കല്ല, വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്കർ ഞാൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെൻസിൽ കൊണ്ട് ഒരു ഇല്ലസ്ട്രേഷൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു കിറ്റിയുടെ പടമാണ് ഞാൻ വരച്ചത്. അതിനുശേഷം ഇറേസർ യൂസ് ചെയ്തിട്ട് അത് മായ്ച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു CD മാർക്കർ പെന്നാണ് കേട്ടോ. അപ്പോൾ വരച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് അത് ബോൾഡായിട്ട് കട്ടിയിൽ അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടി വരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് DIY ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജേർണലിങ്ങും സ്റ്റിക്കർ മേക്കിങ്ങും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് അതിനുള്ള സപ്ലൈസ് വാങ്ങുന്നതിന് പകരം DIY ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഈ ഐഡിയ വർക്കൗട്ടായില്ല. അതിൻ്റെ ഔട്ട്പുട്ട് എന്നെ ചതിച്ച് കളഞ്ഞു. അപ്പോൾ വരച്ചതിന് ശേഷം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഈ ഒരു ഇല്ലസ്ട്രേഷൻ്റെ ഔട്ട്ലൈൻ എടുക്കുകയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വലിയ വിടുത്തുള്ള സെല്ലോ ടേപ്പ് ഇല്ലെങ്കിൽ ചെറിയ സെല്ലോ ടേപ്പ് ഇങ്ങനെ കൂട്ടി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. വിടുത്തുള്ള സെല്ലോ ടേപ്പ് ആണെങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ചാൽ നമുക്ക് ലാർജ് സ്റ്റിക്കേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം അത് കട്ട് ഔട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത് മുക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളയാം. അപ്പോൾ സ്ക്രാച്ച് ചെയ്ത് കളയുമ്പോൾ പെർമനൻറ്റ് മാർക്കറിൻ്റെ ഭാഗം അവിടെ തന്നെ റിമെയിൻ ചെയ്യുമെന്നും വൈറ്റ് പേപ്പർ മാത്രം പറഞ്ഞു വരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്ക്രാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഇല്ലുസ്ട്രേഷനും കൂടെ പൊളിഞ്ഞിളകി വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. അയ്യോ, ഇത് വർക്കൗട്ട് ആയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചതിൻ്റെ ഗ്യാപ്പ് കാരണം ആ സെല്ലോ ടേപ്പ് ഇളകി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് എനിക്കതങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരുവിധം ഞാനിത് ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പാർട്ട് 2-ലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്തേക്കണേ. ഇതെങ്ങനെ നമ്മൾ ശരിയാക്കി എടുക്കും എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.